പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ജീവനും നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകാൻ ഒരു തടസ്സമുണ്ട്. നമ്മുടെ പുറമനുഷ്യൻ, അതായത് നമ്മുടെ സ്വഭാവവും മനസ്സും സ്വാർത്ഥതയും ദൈവം നമ്മെ ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ ആ പുറമനുഷ്യൻ തകർക്കപ്പെടേണ്ടതാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. ദൈവം അനുവദിക്കുന്ന കഠിനാനുഭവങ്ങളും പരീക്ഷണങ്ങളും നമ്മുടെ സ്വയപ്രേമം, അഭിമാനം, സ്വാർത്ഥത എന്നിവ തകർക്കാൻ ദൈവം ഉപയോഗിക്കുന്നതാണ്. പുറമനുഷ്യൻ തകർക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ദൈവീക മനുഷ്യൻ മറ്റുള്ളവരിലേക്ക് ഒഴുകും. അതുവഴി ദൈവത്തിന്റെ അനുഗ്രഹം ലോകത്തിലേക്ക് എത്തുന്നു. ക്രൂശിന്റെ ചുമട് വഴിയാണ് ഈ തകർക്കൽ നടക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആത്മാവിന്റെ മോചനം അനുഭവിക്കാം. നമുക്ക് ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങി ആത്മാവിന്റെ മോചനത്തിലേക്ക് മുന്നോട്ട് പോകാം. ദൈവം അനുവദിക്കുന്ന ഓരോ അനുഭവവും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും മറ്റുള്ളവർക്ക് ദൈവിക ജീവൻ നൽകുന്നതിനും വഴിയൊരുക്കുന്നതായി തീരട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.